ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി. നോക്കുമ്പോൾ അവിടെ ബിസ്ക്കറ്റ്സിന്റെ വലിയൊരു നിര. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചു നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ OTTയിൽ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ച് കയറി നോക്കി. സ്ക്രോൾ ചെയ്ത് അവസാനം ഫുഡ് തീർന്നിട്ടും എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ പറ്റാതെ ഒന്നും കാണാതെ TV ഓഫ് ചെയ്തിട്ടുണ്ടോ? ഇതിനെയാണ് ചോയ്സ് ഓവർലോഡ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സിന് വളരെ നല്ലതാണെന്നാണ്. ഇതിൽ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. സത്യത്തില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ മൈൻഡിനെ നെഗറ്റീവ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഇൻഫർമേഷൻ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സ്ട്രെസ്സാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്നു. നിങ്ങൾക്ക് മുന്നിൽ വെറും 2 ഡ്രസ്സ് മാത്രം ആണുള്ളതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതിലൊരെണ്ണം സെലക്ട് ചെയ്യും. പക്ഷേ 100 ഡ്രസ്സുകൾ ഉണ്ടെങ്കിലോ, നിങ്ങൾ ഓരോന്നും കമ്പയർ ചെയ്ത് ഒരുപാട് ആലോചിക്കും. ഇനി എങ്ങനെയെങ്കിലും കൂട്ടത്തിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ പോലും നിങ്ങളുടെ മൈൻഡിൽ മറ്റേ ആ ഡ്രസ്സ് എടുത്താൽ മതിയായിരുന്നു, അല്ലെ ആ കളർ എടുത്താൽ മതിയായിരുന്നു എന്നൊരു ടെൻഷൻ വരും. ഇതിനെ പോസ്റ്റ് ഡിസിഷൻ റിഗ്രറ്റ് എന്നാ പറയാം. ഇത് വെറും ഷോപ്പിങ്ങിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. നമ്മൾ എന്ത് പഠിക്കണം, ഏത് ജോലി ചെയ്യണം, റിലേഷൻഷിപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ അൺലിമിറ്റഡ് ചോയ്സ് ആണുള്ളത്. ഈ ഒരു ഓവർലോഡ് നമ്മളിൽ വലിയ ആങ്സൈറ്റിയും ഡിപ്രഷനും വരെ ഉണ്ടാക്കി നമ്മുടെ റിയൽ ഹാപ്പിനെസ്സിനെ തകർക്കുകയാണ് ചെയ്യുന്നതെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടണമെന്ന് ആലോചിച്ച് റുമിനേഷൻ എന്ന ഒരവസ്ഥയിലായി പോകും. അതായത് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വല്ലാതെ ഓവർ തിങ്ക് ചെയ്ത് സമയം കളയും. നമ്മുടെ ഓപ്ഷൻസ് നിറഞ്ഞ ഈ ഒരു ലൈഫിൽ മനസമാധാനം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഒരുപാട് ഓപ്ഷൻസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് കമന്റ് അബൌട്ട് ഇറ്റ്.